ICC നിരീക്ഷകർ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ അവകാശവാദവുമായി നേതാക്കളുടെ പക്ഷങ്ങൾ. 48 MLA-മാർ പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് KC പക്ഷത്തിന്റെ വാദം. 23 MLA-മാർ ഒപ്പമുണ്ടെന്ന രമേശ് ചെന്നിത്തല വിഭാഗവും അവകാശപ്പെടുന്നു. 35 MLA-മാരുടെ പിന്തുണ അവകാശപ്പെട്ട VD സതീശനും രംഗത്തെത്തി. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന MLA-മാരുടെ പിന്തുണകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? റോഷി, അതിൽ ഓരോ വിഭാഗങ്ങളും ചില കണക്കുകൾ പറയുകയാണ്. ഏതാണ്ട് രാവിലെ 10:30 തുടങ്ങിയ MLA-മാരുടെ അഭിപ്രായം തേടുന്ന യോഗം അത് അവസാനിച്ചത് 1:30 കഴിഞ്ഞിട്ടാണ്. ആ യോഗത്തിൽ തന്നെ ഹൈക്കമാൻഡിനെ പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുക്കാനുള്ള ആ ഒരു ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള പ്രമേയവും അവതരിപ്പിച്ചിരുന്നു. അതിൽ ചെന്നിത്തല വിഭാഗം ഉയർത്തുന്ന വാദം KC വേണുഗോപാലിന് 25 MLA-മാരുടെ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്ക് 23 MLA-മാരുടെ പിന്തുണയും VD സതീശന് 8 MLA-മാരുടെ പിന്തുണയും 7 പേർ സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചു എന്നാണ്. അതേസമയം KC വേണുഗോപാൽ വിഭാഗത്തിന്റെ അവകാശവാദം KC വേണുഗോപാലിന് 48 പേർ, രമേശ് ചെന്നിത്തലയ്ക്ക് 8 പേർ, VD സതീശന് 6 പേർ, സ്വതന്ത്ര നിലപാട് 3 പേർ. അതേസമയം തന്നെ 36 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് VD സതീശൻ അവകാശപ്പെടുന്നത്. ഇങ്ങനെയാണ് MLA-മാരുടെ പിന്തുണ നേതാക്കൾ അവകാശപ്പെടുന്നത്. നേരത്തെ തന്നെ KC വേണുഗോപാലിന് കൂടുതൽ MLA-മാരുടെ പിന്തുണ ലഭിക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളായി വന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും പിന്തുണ അവർ പ്രതീക്ഷിതമാണ്. അതേസമയം MLA-മാർ ഈ ആര് മുഖ്യമന്ത്രിയാകണം എന്നതിൽ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ സ്വതന്ത്ര അഭിപ്രായം പ്രകടിപ്പിക്കുന്ന കണക്കുകൂട്ടൽ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ കണക്കിൽ അവർ ഉറപ്പായും ഇത്രയും പിന്തുണ ലഭിച്ചു എന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തലയുടെ കണക്കിൽ KC വേണുഗോപാലിനാണ് പിന്തുണ കൂടുതലെങ്കിൽ പോലും രമേശ് ചെന്നിത്തല തൊട്ടു പിന്നാലെ 23 MLA-മാരുടെ പിന്തുണ നേടിയിട്ടുണ്ട് എന്ന വാദം ഉയർത്തുന്നുണ്ട്. VD സതീശന് 8, സ്വതന്ത്രർ 7 പേർ. അങ്ങനെയുള്ള ഒരു കണക്കാണ്. അതേസമയം തന്നെ KC വിഭാഗം 48 MLA-മാരുടെ പിന്തുണയെ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ MLA-മാരുടെ പിന്തുണയിൽ ഇപ്പോഴും കണക്ക് കൊണ്ടുള്ള കളികളാണ്. യഥാർത്ഥത്തിൽ എത്ര MLA-മാർ ആരൊക്കെ പിന്തുണച്ചു എന്നതിൻ്റെ കണക്കുകൾ അത് പിന്നീട് നാളെ അത് ദില്ലിയിലേക്ക് എത്തും. ഏറെ വൈകാതെ തന്നെ 4 മണിയോടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഹോട്ടലിൽ മുഗൾ വാസ്നിക്കുമായും അജയ് മാക്കനുമായും കൂടിക്കാഴ്ച നടത്തും. പിന്നാലെ RSP നേതാവ് ഷിബു ബേബി ജോൺ, NK പ്രേമേന്ദ്ര അടക്കമുള്ള നേതാക്കൾ, മാണി സി കാപ്പൻ, അങ്ങനെ UDF-ന്റെ ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും എത്തിച്ചേരും. അവരുടെ അഭിപ്രായം നിരീക്ഷകരെ അറിയിക്കുകയും ചെയ്യും. തൊട്ടു പിന്നാലെ 6 മണിയോടെ നിരീക്ഷകർ ദില്ലിയിലേക്ക് തിരിക്കും. ഇന്ന് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കേരളത്തിലെ MLA-മാരുടെയും MP-മാരുടെയും നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം അവർ റിപ്പോർട്ടായി കൈമാറും. അതിനുശേഷമാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിക്കാൻ സാധ്യത. അങ്ങനെയെങ്കിൽ നാളെയും മറ്റന്നാളുമായി ദില്ലിയിൽ മാരത്തോൺ ചർച്ചകളാകും. കേരളത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ആരായിരിക്കുമെന്ന തീരുമാനം ദില്ലിയിൽ 10-ാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് നിരീക്ഷകർ MLA-മാരെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ചർച്ചകളായിരിക്കും ദില്ലിയിൽ. ആ ചർച്ചകളുടെ ഭാഗമായി രമേശ് ചെന്നിത്തലയും VD സതീശനും ദില്ലിയിലേക്ക് തിരിക്കും. അതിനൊപ്പം സണ്ണി ജോസഫും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ, K സുധാകരൻ എന്നിവരും പോകാൻ സാധ്യതയുണ്ട്. ഈ നേതാക്കളൊക്കെ ദില്ലിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു ഡസനിലേറെ MLA-മാരും ദില്ലിയിലേക്ക് വണ്ടി കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റോഷി.